നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വിഷമമുണ്ടാക്കുന്ന അവസ്ഥ എന്നത് ഏകാന്തതയല്ല, മറിച്ച് തിരസ്കരണമാണ്. നമ്മുടെ ജീവിതയാത്രയിൽ ഏകാന്തത വിഷമമുണ്ടാക്കുമെങ്കിലും അതിനേക്കാളും വിഷമമുണ്ടാക്കുന്ന ഒരു അവസ്ഥയാണ് തിരസ്കരണം, റിജക്ഷൻ. അപരിചിതരായ ആളുകൾ നമ്മെ തിരസ്കരിക്കുമ്പോൾ നമുക്കധികം വേദന അനുഭവിക്കുകയല്ല. എന്നാൽ നാം സ്നേഹിക്കുന്നവർ, നാം വിശ്വസിക്കുന്നവർ, നമ്മുടെ രക്തബന്ധങ്ങൾ നമ്മെ തള്ളിക്കളയുമ്പോൾ ഹൃദയം ഒരുപക്ഷെ തകർന്നു പോയേക്കാം. നിന്നെ ഞങ്ങൾക്ക് വേണ്ട, നിനക്കിനി ഇവിടെ ഒരു സ്ഥാനവുമില്ല എന്ന് മറ്റുള്ളവർ നമ്മോട് പറയുന്നത് കേൾക്കേണ്ടി വരുമ്പോൾ മരണതുല്യമായ വേദനയാണ് അനുഭവിക്കേണ്ടി വരുന്നത്. നമുക്കുള്ളതെല്ലാം അവർക്ക് വേണ്ടി ചിലവഴിച്ചിട്ടും അവരെ സ്നേഹിച്ചിട്ടും എനിക്കെന്തുകൊണ്ട് ഇങ്ങനെ എന്ന് ചോദിക്കുന്ന ഒരു അവസ്ഥ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഈ ചെറു സന്ദേശം ഒന്ന് ശ്രദ്ധിക്കണേ. ദൈവത്തിന് നിങ്ങളെ ചിലത് ഓർമ്മിപ്പിക്കുവാനുണ്ട്. സ്വന്തം രക്തത്തിൽപ്പെട്ടവർ നമ്മെ തള്ളിക്കളയുമ്പോൾ, നമ്മെ മാറ്റി നിർത്തുമ്പോൾ നമുക്കുണ്ടാകുന്ന മുറിവ് ആഴമേറിയത്. എന്നാൽ പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മോട് സംസാരിക്കുന്നത് ഒരു വലിയ സത്യമാണ്. മനുഷ്യർ തള്ളിക്കളഞ്ഞ കല്ലിനെ മൂലക്കല്ലാക്കി മാറ്റുന്ന ഒരു ദൈവം നമുക്കുണ്ട്. സങ്കീർത്തനങ്ങൾ 27-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയും: എന്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, എങ്കിലും യഹോവ എന്നെ ചേർത്തുകൊള്ളും. ആരൊക്കെ ഉപേക്ഷിച്ചാലും എന്നെ ഉപേക്ഷിക്കാത്തൊരു ദൈവമുണ്ട് എന്ന് സങ്കീർത്തനക്കാരൻ അത്ര ഉറപ്പുള്ളത് കൊണ്ടാണ് അപ്രകാരം പറയുന്നത്. ഈ ഭൂമിയിലേക്ക് ജനനം നൽകിയ അമ്മയും അപ്പനും നിങ്ങളെ ഉപേക്ഷിച്ചാലും നിങ്ങളെ ഉപേക്ഷിക്കാത്ത ഒരു ദൈവമുണ്ട്. നിങ്ങളെ കരുതുന്ന ഒരു നാഥനുണ്ട്. ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിത മേഖലകളിൽ വെളിപ്പെടുത്തണമെന്ന് ഈ ദൈവം ആഗ്രഹിക്കുകയാണ്. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 41-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യത്തിൽ ദൈവം നമുക്ക് നൽകുന്നൊരു ഉറപ്പുണ്ട്. അതിപ്രകാരമാണ്: നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എന്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ ദൈവത്തിലെ വാക്കുമാറാത്ത ദൈവത്തിന്റെ വാക്കുകളായത്. അങ്ങനെയെങ്കിൽ ഭയപ്പെട്ടിരിക്കുന്ന അവസ്ഥയിൽ ദൈവം സംസാരിക്കുകയാ: ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. വിശ്വസിക്കാൻ പറ്റുമോ? യേശുവെ, ഞാനത് വിശ്വസിക്കുന്നു. എന്റെ ദൈവം എന്നെ വഴി നടത്തും, എന്റെ കൂടെയുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നൊന്ന് പറയണം. കരഞ്ഞു തീർക്കാനുള്ളതല്ല നിങ്ങളുടെ ജീവിതം. ദേശങ്ങൾക്ക് നിങ്ങളൊരു അനുഗ്രഹമാകണമെന്ന് ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ജീവിതയാത്രയിൽ ഒറ്റപ്പെടലുകൾ അനുഭവിക്കുമ്പോൾ നാം പലപ്പോഴും വിചാരിക്കും എല്ലാം തീർന്നു, ഇനി എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയില്ല എന്ന്. എന്നാൽ എല്ലാവരും തള്ളിക്കളയുമ്പോൾ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി മാറുക എന്നുള്ളതാണ് ദൈവരാജ്യത്തിന്റെ നിയമം. നാം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുന്നത് നമ്മെ ലോകത്തിന് സ്വീകാര്യമാക്കുവാനല്ല, നമ്മെ ദൈവത്തിന് സ്വീകാര്യമാക്കുവാൻ തന്നെയാണ്. അങ്ങനെയെങ്കിൽ ക്രിസ്തുവിന് വേണ്ടി ദൈവം നിങ്ങളെ വേർതിരിക്കുമ്പോൾ എല്ലാവരും അംഗീകരിച്ചു കൊള്ളണമെന്നില്ല, എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്തു കൊള്ളണമെന്നുമില്ല. എന്നാൽ നിങ്ങളെ ഉള്ളതുപോലെ അറിയുന്ന ഒരു ദൈവമുണ്ട്, നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിത മേഖലകളിൽ നിങ്ങൾ കാണുക തന്നെ ചെയ്യും. തിരസ്കരണത്തിന്റെ വേദനയും ദൈവത്തിന്റെ വിശ്വസ്തതയും ഏറ്റവും വ്യക്തമായി കാണുന്ന ഒരു ജീവിതമാണ് യോസഫിന്റേത്. ഉൽപ്പത്തി പുസ്തകം 37-ാമത്തെ അധ്യായം മുതൽ 50-ാമത്തെ അധ്യായം വരെ നാം എടുത്തു നോക്കുമ്പോൾ നമുക്കത് കാണുവാൻ കഴിയും. യോസഫിന്റെ ജീവിതത്തിലെ എല്ലാ തിരസ്കരണവും ദൈവിക വാഗ്ദത്തത്തിലേക്കുള്ള ചവിട്ടുപടിയായി മാറി എന്നത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ ദൈവത്തിലെ നിങ്ങൾ കടന്നു പോകുന്ന തിരസ്കരണങ്ങൾ ദൈവിക വാഗ്ദത്തങ്ങളുടെ നിവർത്തീകരണത്തിന്റെ ചവിട്ടുപടിയാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ, യേശുവെ, ഞാനത് വിശ്വസിക്കുന്നെന്ന് പറയണം. പിതാവ് സ്നേഹിച്ചതുകൊണ്ട് സ്വന്തം സഹോദരന്മാർ വെറുക്കുകയാ. ദൈവം അവന് സ്വപ്നം നൽകിയതുകൊണ്ട് സഹോദരന്മാർ അവനെ ദ്വേഷിച്ചു. ഉൽപ്പത്തി പുസ്തകം 37-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്: അവനോട് സമാധാനമായിരിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. യോസഫ് ഒന്നും ചെയ്തതുകൊണ്ടല്ല, മറിച്ച് സഹോദരന്മാരുടെ ഹൃദയത്തിൽ ഉണ്ടായിരുന്ന കയ്പും പകയും അസൂയയും തങ്ങളുടെ സഹോദരനെതിരെ അവരെ തിരിക്കുന്നതിന് കാരണമായി മാറുകയാണ്. ദോഥാനിൽ വെച്ച് സ്വന്തം ജ്യേഷ്ഠന്മാർ അവനെ കൊല്ലുവാൻ വേണ്ടി ഗൂഢാലോചന ചെയ്തു. ഒടുവിൽ വസ്ത്രം ഉരിഞ്ഞു വാങ്ങി അവനെ ഒരു പൊട്ടക്കിണറ്റിൽ തള്ളിയിട്ടു. വെള്ളമില്ലാത്ത കിണർ മരണത്തിന്റെ നിഴല. അവിടെ കിടന്ന് യോസഫ് നിലവിളിച്ചു. എന്നാൽ ആ നിലവിളി കേട്ടിട്ടും കേൾക്കാത്തതുപോലെ അവർ അവിടെ നിന്ന് നടന്നു നീങ്ങി. ജീവിതയാത്രയിൽ സഹായിക്കുമെന്ന് വിചാരിച്ചവർ കാണാത്ത ഭാവം നടിച്ച് നടന്നു നീങ്ങുമ്പോ പ്രിയദൈവത്തിലെ നിങ്ങളുടെ ഹൃദയം തളരരുത്. കാരണം നിങ്ങളെ വിളിച്ചവൻ, നിങ്ങൾക്ക് ദർശനം തന്നവൻ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ മതിയായവനാണ് എന്ന് ഒന്ന് ഉറക്കേണ്ടത് ആവശ്യമാണ്. പോത്തിഫറിന്റെ ഭവനത്തിലും തന്നെ കാണുന്ന, തന്നെ അറിയുന്ന ഒരു ദൈവമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ യോസഫ് വിരുദ്ധമായി ഒന്നും ചെയ്യാതെ ദൈവഹിതപ്രകാരം വിശ്വസ്തനായിരുന്നത് കൊണ്ട്
ദൈവിക മാന്യത തന്റെ ജീവിത മേഖലകളിൽ വെളിപ്പെടുന്നത് നമുക്ക് കാണുവാൻ കഴിയും. പൊത്തിഫറിന്റെ വീട്ടിൽ വിശ്വസ്തനായിട്ടും വ്യാജ ആരോപണത്താൽ കാരാഗ്രഹത്തിൽ അവനെ ഇരുമ്പ് ചങ്ങലയിലിട്ടു. എന്നാൽ ഉൽപ്പത്തി പുസ്തകം 39 അധ്യായം 21 വാക്യത്തിൽ നമുക്ക് ഇപ്രകാരം കാണാം: യഹോവ യോസെഫിനോട് കൂടെ ഉണ്ടായിരുന്നു. അതായത് ഓരോ താഴ്ചയിലും ദൈവം അവനോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് ആ താഴ്ചകളെല്ലാം അവനൊരു അനുഗ്രഹമായി മാറുകയാണ്. വീട്ടിലെ സഹോദരന്മാരുടെ ഇടയിൽ വീട്ടിലെ സ്ഥാനം നഷ്ടപ്പെടുമ്പോൾ യോസെഫിന് ദൈവ സാന്നിധ്യം ലഭിക്കുകയാണ്. ഞാൻ ഓർക്കും എന്ന് പറഞ്ഞ പാനപാത്രവാഹകൻ യോസെഫിനെ മറന്നു കളഞ്ഞപ്പോ ദൈവം യോസെഫിനെ ഓർക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഉൽപ്പത്തി പുസ്തകം 50 അധ്യായം 20 വാക്യത്തിൽ നമുക്ക് ഇങ്ങനെ കാണുവാൻ കഴിയും: യോസെഫ് തന്റെ സഹോദരന്മാരോട് പറയുകയാണ്, നിങ്ങൾ എന്റെ നേരെ ദോഷം വിചാരിച്ചു, ദൈവമോ ഇന്നുള്ളതുപോലെ ബഹുജനത്തിന് രക്ഷ വരുത്തേണ്ടതിന് അതിനെ ഗുണമാക്കി തീർത്തു. തന്റെ നാശം ആഗ്രഹിച്ച് തീർക്കണമെന്ന് വിചാരിച്ച് അവർ ചെയ്ത സകല പ്രവൃത്തികളും ദൈവം യോസെഫിനെ ഗുണമാക്കി തീർക്കുക എന്നുള്ളത് മാത്രമല്ല, നിന്ദിച്ചവരുടെ മധ്യേ മാനിക്കുന്ന ഒരു ദൈവത്തിന്റെ പ്രവൃത്തി നമുക്കിവിടെ കാണുവാൻ കഴിയും. പ്രിയ ദൈവത്തിലെ, ഇതിൽ നിന്നെല്ലാം ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, നിങ്ങൾ ഇന്ന് കടന്നു പോകുന്ന സാഹചര്യങ്ങൾ ഒരിക്കലും നിങ്ങളുടെ നാശത്തിനല്ല, നിങ്ങൾ തീർന്നു എന്ന് പറഞ്ഞ ഇടത്തു നിന്ന് തന്നെ ദൈവത്തിന്റെ പ്രവൃത്തി ആരംഭിക്കുവാൻ പോവുകയാണ്. ഈ ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങളുടെ ജീവിത മേഖലകളിൽ നിങ്ങൾ അനുഭവിക്കുവാൻ തുടങ്ങുമ്പോൾ വലിയ ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങൾ കാണുക തന്നെ ചെയ്യും. ഇവിടെ നിന്ന് നാം ഒരു കാര്യം മനസ്സിലാക്കണം: സ്വന്തക്കാർ യോസെഫിനെ തള്ളിക്കളഞ്ഞില്ലായിരുന്നുവെങ്കിൽ ജോസഫ് വെറുമൊരു ആട്ടിടയനായി കനാനിൽ ഒതുങ്ങിപ്പോകുമായിരുന്നു. എന്നാൽ അതായിരുന്നില്ല ദൈവത്തിന്റെ പദ്ധതി. നിങ്ങളുടെ ജീവിതയാത്രയിൽ ദൈവം നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് ജീവിതത്തിൽ ചില വിഷയങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകുന്നു എങ്കിലും ഒരിക്കലും തളർന്നു പോകല്ലേ. സഹായിപ്പാൻ കഴിയുന്ന, പ്രവർത്തിക്കുന്ന, ജീവിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി ഈ ദിവസങ്ങളിൽ തന്നെ നിങ്ങൾ കാണും, നിങ്ങളത് അനുഭവിക്കും. 118 സങ്കീർത്തനം 22-23 വാക്യങ്ങൾ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയും: വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു, ഇത് യഹോവയാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു. വീട് പണിയുന്നവർ എന്ന് സൂചിപ്പിക്കുന്നത് ഇസ്രായേലിലെ മത നേതാക്കന്മാരെയും പ്രമാണിമാരെയുമാണ്. ഒരു കല്ല് പണിക്ക് കൊള്ളുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കാൻ അവകാശമുള്ളവരാവർ. അവർ തീരുമാനിച്ചു, ഇത് കൊള്ളുകയല്ല. അവർ തള്ളിക്കളഞ്ഞ കല്ല് പരിശോധനയിൽ പരാജയപ്പെട്ട് ആകൃതിയില്ലാതെ ഒന്നിനും കൊള്ളുകയില്ല എന്ന് പറഞ്ഞ് മാറ്റിയിട്ട കല്ല്. അപ്രകാരം തള്ളിക്കളഞ്ഞ കല്ലിനെ മൂലക്കല്ലായി മാറ്റുക എന്നത് ദൈവിക പദ്ധതിയാണ് എങ്കിൽ ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന പ്രിയ ദൈവത്തിലെ, ആരൊക്കെ മാറ്റി നിർത്തിയാലും, ആരൊക്കെ നിന്നെ കൊണ്ട് കൊള്ളുകയില്ല എന്ന് പറഞ്ഞ് നിന്നെ ഉപേക്ഷിച്ചാലും നിരാശപ്പെടരുത്. കാരണം ദൈവത്തിന് നിന്നെ മാനിക്കുവാൻ ഒരു പദ്ധതിയുണ്ട്. മനുഷ്യൻ വേസ്റ്റ് എന്ന് വിധിക്കുന്നതിനെ ദൈവം ബെസ്റ്റാക്കി മാറ്റുവാൻ പോകുകയാണ്. പത്രോസ് അപ്പോസ്തലൻ ഈ പ്രവചനത്തെ ക്രിസ്തുവിനോടും വിശ്വാസികളോടും ചേർത്ത് നിർത്തി വ്യാഖ്യാനിക്കുന്നത് 1 പത്രോസ് 2 അധ്യായം 4-5 വാക്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. പ്രിയദൈവത്തിലെ, ആരെങ്കിലും നിങ്ങളെ തള്ളിക്കളഞ്ഞോ? സന്തോഷിക്കണം. കാരണം നിങ്ങൾ ക്രിസ്തുവിനോട് സമാനമായിരിക്കുകയാണ്, ജീവക്കല്ലിനോട് സമാനമായിരിക്കുകയാണ്. ദൈവസന്നിധിയിൽ നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടവരും വിലയേറിയവരുമാണ്. സ്വന്തത്തിലേക്ക് വന്ന യേശു ക്രിസ്തു സ്വന്തം നാട്ടുകാരാലും സ്വന്തം ജനത്താലും തള്ളപ്പെടുകയാണ്. നസ്രത്തിൽ വെച്ച് ജനം ചോദിക്കുന്നു, ഇവൻ ആ മരപ്പണിക്കാരന്റെ മകനല്ലയോ? അവർ അവനെ അവജ്ഞയോടെ കാണുകയാണ്. എന്നാൽ മനുഷ്യർ തള്ളിക്കളഞ്ഞ യേശു ക്രിസ്തുവാണ് ഇന്ന് സഭയുടെ അടിസ്ഥാനം. ക്രൂസിലെ തിരസ്കരണം ഉയർപ്പിലെ മഹത്വത്തിന് വഴിയൊരുക്കിയെങ്കിൽ ഇന്ന് നിങ്ങളുടെ ജീവിത മേഖലകളിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുക തന്നെ ചെയ്യും. കാരണം ഈ ദൈവത്തിന്റെ വാക്കുകേട്ട് പുറപ്പെട്ട നിങ്ങളെ ഇടയ്ക്ക് വെച്ച് ഉപേക്ഷിച്ചു പോകുന്നവർ പലരുണ്ടെങ്കിലും ഈ ദൈവം ഒരിക്കലും നിങ്ങളെ ഉപേക്ഷിക്കുകയില്ല. ചേർത്ത് നിർത്തി ഞാൻ ഉണ്ട് നിന്റെ കൂടെ എന്ന് പറയുന്ന ആ ദൈവശബ്ദം ഈ ദിവസങ്ങൾ നിങ്ങൾ കേൾക്കും. ദൈവ സാന്നിധ്യം, ദൈവപ്രവൃത്തിയും നിങ്ങൾ അനുഭവിക്കും. അതുകൊണ്ട് തന്നെ ഈ തിരസ്കരണത്തിന്റെ ഇടയിൽ മനസ്സുമടുത്ത് തള്ളടിയായി പോകാതെ എന്നെ വിടുവിക്കുന്ന, എന്നെ ഉയർത്തുന്ന, എന്നെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് ഉറപ്പോടെ പറയുവാൻ നാം തയ്യാറാകേണ്ടത് ആവശ്യം. എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ ദൈവത്തിലെ, ദൈവവചനത്തിന് മുമ്പാകെ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുന്ന ദൈവജനത്തെ ഞങ്ങളുടെ തൃക്കരങ്ങൾ തരിക. ഈ ജനം കടന്നുപോകുന്ന സാഹചര്യങ്ങൾ അറിയുന്ന, ജീവിക്കുന്ന ദൈവത്തിന്റെ കരത്തിലേക്ക് സകല വിഷയങ്ങളും ഏൽപ്പിക്കുകയാണ്. അപ്പാ, അങ്ങയുടെ പ്രവൃത്തി ഇവരുടെ ജീവിത മേഖലകളിൽ ഇവർ കാണട്ടെ, ഇവർ അനുഭവിക്കട്ടെ. എല്ലാ മേഖലകളിലും പരിശുദ്ധാത്മാവിന്റെ വലിയ നിയന്ത്രണം ഉണ്ടാവട്ടെ. ദൈവപ്രവൃത്തിക്കായി ഏൽപ്പിച്ചു തരുന്നു. സകല മാനമഹത്വം അങ്ങേക്ക്, സകല നസറേനായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ. ആമേൻ. പ്രിയ ദൈവത്തിലെ, തീർച്ചയായും നിങ്ങൾ ഒരു അനുഗ്രഹമാകും.
ഈ ചെറു സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം. അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക, ഫോർവേഡ് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ബ്ലെസ്ഡ്.